ചന്തിയിൽ ഒരു ഇഞ്ചക്ഷൻ ആക്രിക്കടയിൽ പോയി ചീത്തയായി ടിവിയിലെ പാർട്സ് കേബിൾ ലൈൻ കൊടുത്ത് ഇറക്കി കട്ടിച്ച് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് സ്വിച്ച് അങ്ങോട്ട് ഇടുമ്പോഴത്തേക്കും റോബോകോപ്പൻ റെഡി. ടെസ്റ്റിയായി ഇവന്മാര് കുറെ പുഴുങ്ങിയ ഗോതമ്പുണ്ടോളം വാരി വലിച്ചെറി. വാണം എന്ന് പറയാൻ പറ്റൂല, കാരണം വാണത്തിന് തന്നെ അതൊരു നാണക്കേടായിരിക്കും. അമ്മാതിരത്തെ റോക്കറ്റ് ചീറ്റിയ വാണപ്പടം ടെർമിനേറ്റർ റോബോകോപ്പും അറിയാലേ സിനിമകളാണെന്ന്. അത് രണ്ടും കൂടി സംയോജിപ്പിച്ച് ഒരുമാതിരത്തെ വിയോജിപ്പ് സാധനം. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇതൊരു ബിഗ് ബഡ്ജറ്റ് ബംഗാളി പടമാണെന്ന്. തൊലിയാണ് തൊലി. ബിഗ് ബക്കറ്റ് പടമാണെന്ന്. ഇവനൊക്കെ ആ ബക്കറ്റ് എടുത്ത് തെരുവിൽ തെണ്ടിക്കണമെന്ന് ഈ സിനിമ എടുക്കാൻ വേണ്ടി. ഇതിൽ അർണോൾഡ് ശ്വാർസെനെഗറും റോബോകോപ്പനും ഈ കാണുന്ന വയ്യാത്ത കളവനാണ്. ഇദ്ദേഹം ഭയങ്കരമായ ഒരു പോലീസ് ഓഫീസറാണ്. ഈ കാണുന്ന ഡ്രാക്കുളയുടെ ഡ്രസ് ഇട്ടുകൊണ്ട് വിറപ്പിച്ച് വരണ ഡ്രാക്കുള വിഴുങ്ങിയാണ് ഇതിലെ ക്രൂരനായ വില്ലൻ. അപ്പൊ ഈ ക്രൂരനായ വില്ലൻ ഇവിടെ വന്നതിന്റെ ആഗമന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കും എത്തേം ചവച്ചിരിക്കണം നരച്ച പാതി ക്രിസ്മസ് അപ്പൂപ്പൻ മിനി റോബോകോപ്പനെ ഉണ്ടാക്കും. അത് കാണാൻ വേണ്ടിയാണ് ഇവന്മാരെല്ലാം കൂടെ ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നത്. അത് ടെസ്റ്റിയായി ഇവന്മാർ കുറെ പുഴുങ്ങിയ ഗോതമ്പുണ്ടോളം വാരി വലിച്ചെറിയും. പക്ഷേ ഈ കോപ്പന് ഒരു കോപ്പും പറ്റൂല. ചാടിയപ്പോ എല്ലാം കിടന്ന് കുലുങ്ങണമൊക്കെയാണ്. പാസ്പോർട്ടിൽ സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് ചൊവരോളിയാണ്. ഈ കിടന്ന മിനി കോപ്പൻ വില്ലന്റെ ലവറിനെ തൂക്കി പിടിച്ച് നിൽക്കുമ്പോൾ ഒരു വലിയ മുതുക്ക് തോക്കെടുത്ത് 2 യമണ്ട ഇഡലി പറത്തി വിട്ട് കോപ്പൻ എങ്ങ് കൊല്ലുന്നു. എന്റെ വാശിക്ക് പെറ്റ വിഴുങ്ങി പറയും, ഈ നോക്കിക്കൂടെ പറട്ടെ ഇൻട്രൈക്ക് തോർക്കഷ്ടമി, ഞാൻ ഇതിലും വലിയ നല്ലൊരു പരട്ട ഉണ്ടാക്കി നിന്റെ മുന്നിൽ വന്ന് നടനമായിട്ട് ആരെ വെച്ചാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ പോണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മിസ്റ്റർ അർണോൾഡ് ശോഷിച്ച കോപ്പൻ. അപ്പൊ നമ്മളെ കോപ്പൻ ഐസായിട്ട് നമ്മളെ വില്ലന്റെ അടുത്ത് ഒരസി വിടും ജയിലെന്ന്. അങ്ങനെ അനിയനെ കൊല്ലി. അത് പിടിക്കാത്ത ട്രാക്ക് എന്റെ കുടുംബക്കാരൻ മൊത്തം അങ്ങ് നാക്കി പെരട്ടുന്നു. ഇത്തവണ തോക്കിന്ന് വരണത് ഉരുളിയാണ്. ഉരുളി ഇതൊക്കെ കണ്ടിട്ടും പട്ടി വില കൊടുത്ത് നിൽക്കണ കുറെ ആൾക്കാരെ അങ്ങ് അവിടെ കാണാൻ പറ്റുന്നു. അവരെ പിടിച്ച് ഫ്രെയിമിന്ന് മാറ്റാൻ പോലുള്ള ആരോഗ്യം നിനക്കൊന്നും ഇല്ലായിരുന്നടാ കിണയന്മാർ. അവസാനം ഇങ്ങനെയും കുടുംബക്കാരെ എല്ലാം അതിനെ ആറഞ്ചം പറഞ്ഞ മരം കൊല്ലും. അങ്ങനെ കോപ്പനെ നമ്മളെ വെറ്റ വിഴുങ്ങി കിട്ടുന്നു. ചന്തിയിൽ ഒരു ഇഞ്ചക്ഷൻ ആക്രിക്കടയിൽ പോയി ചീത്തയായി ടിവിയിലെ പാർട്സ് കേബിൾ ലൈൻ കൊടുത്ത് ഇറക്കി കട്ടിച്ച് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് സ്വിച്ച് അങ്ങോട്ട് ഇടുമ്പോഴത്തേക്കും റോബോകോപ്പൻ റെഡി. ആ ശക്തിയിൽ നേരെ എണ്ണം പോയി വില്ലനെ ആഞ്ഞു പ്ലക്കി വിടുന്നു. പക്ഷെ ഡ്രാക്കുവിന്റെ അനുയായികൾ വിടില്ലന്നെ. മിസ്റ്റർ മുട്ടിയാപുള്ളനെ അടുത്ത് കൊണ്ടുപോയി അങ്ങേരെ ഭീഷണിപ്പെടുത്തി ശോഷിച്ച നഗറിനേക്കാളും വലിയ ശോഷിപ്പനാക്കി വിടുന്നാണ് തന്നെ. അപ്പൊ നല്ല തൊള്ളവട്ട ഗ്രാഫിക്സ് സെന്റർ ആ മുത്തുണികളെ നിങ്ങൾ അങ്ങനെ മിസ്റ്റർ ഉരുക്കൻ ആദ്യത്തെ റൗണ്ട് ശോഷിച്ച കോപ്പനെ അടിച്ചുറക്കി വിടുന്നു. വേറൊക്കെ കടിച്ച് പൊട്ടിച്ച് കറക്കി അങ്ങോട്ട് പെനച്ച് വിടുമ്പോൾ ആ മിസ്റ്റർ കോപ്പൻ രക്ഷപ്പെടും. എന്റെ പൊന്നോ, ടെക്നോളജിയുടെ ഓരോരോ വളർച്ചകളെ. ആദ്യം തോറ്റത്തിന്റെ വിഷമത്തിൽ മിസ്റ്റർ കോപ്പൻ തോറ്റോടി. ഇടലിൽ നിന്ന് കവട്ടയടിച്ച് കവച്ച് വന്ന് എല്ലാത്തിനും ഇടിയപ്പം തോക്കിന്ന് വാരി എറിഞ്ഞ് അണക്കി വന്നു. അവസാനം തീ പറഞ്ഞ പൊരിഞ്ഞടിയാണ് അവിടെ നടക്കുന്നത്. ഓരോ അടിയിലും 12,000 വാൾട്ടാണ് തെറിക്കുന്നത്. ഇത്രയും ശക്തിയുള്ള കള്ളത്തെ മാടിയവ എങ്ങനെയാണെന്ന് പറയുമ്പോൾ കൊല്ലണത്. അവളൊരു അരിയുണ്ട പോലത്തെ ബുള്ളറ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് എറിഞ്ഞ് കയറ്റി കൊടുക്കുന്ന ഈ തൊരപ്പന. അങ്ങനെ വെന്ത് വെണ്ണീറായി സത്ത് മലരും ഈ മലരൻ. ശുഭം.